ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കെ പ്രതിഷേധവുമായി പ്രതിപക്ഷം. ബില്ലിന് അവതരണ അനുമതി നൽകരുതെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ കത്ത് നൽകി. രാജ്യത്തെ ബഹുസ്വരതയും വൈവിധ്യവും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി 24നോട് പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളുടെയും അഭിപ്രായം രൂപീകരിക്കാനും അവരെ വിശ്വാസത്തിലെടുക്കാനും ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ളത് തന്നെ ഈ ബില്ലിന്റെ സതുദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഫെഡറൽ ജനാധിപത്യ മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനം കൂടിയാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റ് ലോക്സഭയുടെ ഡിസൊല്യൂഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ലോക്സഭയ്ക്ക് വിധേയമായി അതിന്റെ കാലാവധി നിർണ്ണയിക്കുക, നിശ്ചയിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഈ പ്രതിപക്ഷ കക്ഷികളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടോ? ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിൽ ഉൾപ്പെടെ പ്രതിപക്ഷം പല വിഷയങ്ങളിലും യോജിച്ചല്ല പ്രവർത്തിക്കുന്നത്, പ്രതിഷേധിക്കുന്നതും ഒന്നിച്ചല്ല. ഇക്കാര്യം മുതലെടുക്കാനുള്ള ശ്രമം ചില പാർട്ടികളുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്നാൽ അത് ഉടൻ തന്നെ അത്തരത്തിലേക്ക് നീങ്ങി അവരെ അനുകൂലമാക്കിയെടുക്കാനുള്ള ഒരു പദ്ധതി BJPക്ക് ഇല്ല എന്നാണ് നിലവിലെ സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറിച്ച് ഈ ബില്ല് JPCക്ക് പോയി പിന്നീട് എത്തുന്ന ഘട്ടത്തിൽ അവരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിനായി തന്നെ അവതരിപ്പിക്കുക, ഉടൻ തന്നെ JPCക്ക് വിടുക എന്നുള്ളതിന് തയ്യാറായി തന്നെയാണ് ബില്ല് സർക്കാർ അവതരിപ്പിക്കുന്നത്. ഇതിൽ പ്രതിപക്ഷമാകട്ടെ എന്തായാലും ഈ ബില്ലിന് അവതരണാനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ ഭേദഗതികളിൽ, അതായത് 129 ഭേദഗതിയിലെ വ്യവസ്ഥ, പ്രധാന വ്യവസ്ഥയായി ചൂണ്ടിക്കാണിക്കുന്നത് അനുച്ഛേദം 82A ഒരു ഭേദഗതി കൂട്ടിച്ചേർക്കൽ വരുത്തുകയാണ്. 2029 ലോക്സഭ നിലവിൽ വരുന്ന ആദ്യ ദിവസം, സമ്മേളിക്കുന്ന ആദ്യ ദിവസം രാഷ്ട്രപതി വിജ്ഞാപനമിറക്കുകയും ആ ലോക്സഭയുടെ കാലാവധി പൂർത്തിയാകുന്നതോടുകൂടി രാജ്യത്തെ മുഴുവൻ നിയമസഭകളുടെയും കാലാവധി അവസാനിക്കും എന്നുള്ള വിജ്ഞാപനം ഇറക്കും. ആ ബില്ല് നിയമം അന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതായാകും വിജ്ഞാപനം. തുടർന്ന് 2034 തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ഒറ്റഘട്ടമായി ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിലൂടെ പല നിയമസഭകളും കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പിരിച്ചുവിടപ്പെടേണ്ടി വരും. 2034 തൊട്ടു മുമ്പായി കാലാവധി പൂർത്തിയാകുന്ന നിയമസഭകൾ എന്ത് ചെയ്യണം എന്നുള്ള വ്യക്തത ഈ ബില്ലിൽ ഇല്ല എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന് നിയമസഭകളുമായി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളുമായി സംസാരിച്ച ശേഷം മാത്രമായിരുന്നു ഈ ബില്ല് അവതരിപ്പിക്കേണ്ടിയിരുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഫെഡറൽ വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യം വെച്ച്, രാജ്യത്തെ ബഹുസ്വരതയെ തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ള ഈ ബില്ലിനെ ശക്തമായി എതിർക്കുക എന്ന് തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഭരണഘടനാ ഭേദഗതി നടപ്പാക്കാൻ 3/2 ഭൂരിപക്ഷം സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഈ ബില്ല് പാസ്സാക്കാൻ കഴിയില്ല എന്ന വിശ്വാസം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു.